കിഫ്ബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട MP കിഫ്ബി എന്ത് തരം തസ്കരത്വമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ഇന്നത്തെ കേരളത്തിന്റെ മൊത്തം കടം? മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടുള്ള കടത്തിന്റെ ഭാരം എത്രയാണ്? 5 ലക്ഷം കോടിക്ക് മേലെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു മിണ്ടാപ്രാണിയെ പോലെ വായെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് തുന്നിപ്പിടിപ്പിച്ചതുപോലെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തൊട്ടടുത്തും ഇരിപ്പുണ്ട്. എങ്ങോട്ടാണ് കേരളത്തെ നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിവിടെ അവസാനിക്കണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതോടുകൂടി കേരള ജനതയ്ക്കാണ് ഏറ്റവും വലിയ നേട്ടമുണ്ടാവാൻ പോകുന്നത്. അവർക്ക് എന്തെന്നില്ലാത്ത, ഇതിനു മുമ്പ് എങ്ങുമില്ലാത്ത ഒരു ആത്മവിശ്വാസം പകർന്നെടുക്കുന്ന തരത്തിൽ ഘോഷിതമായിരിക്കും, വർണ്ണശബളമായിരിക്കും കേരളത്തിലെ NDAയോടുള്ള സമ്മതിദായകരുടെ ഒരു പങ്കുചേരൽ, സംഭാവന എന്ന് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അത് സംഭവിക്കട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നു, വളരെ ആത്മാർത്ഥമായി പറയുന്നു, രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് വലുത്. ആ രാഷ്ട്രത്തിന്റെ ഭാഗമാണ് കേരളമെങ്കിൽ കേരളത്തിന് നന്മയിലേക്കുള്ള ഒരു തിരിഞ്ഞു നടത്തം അതിവിദൂരമല്ല. 2026 വരെയും നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല. വലിയ കൊടുങ്കാറ്റുകളൊക്കെ വരാം, ഉലഞ്ഞു വീഴാം. കപ്പിത്താനൊന്നും അങ്ങനെ ശക്തനല്ല. കപ്പിത്താന്റെ കാലിനടിയിലെ മണ്ണ് ഇന്നില്ല. മനസ്സിലാക്കിക്കോളൂ. ഒരു നിശ്ചയം വരും. ശ്രീലങ്കയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ കേരളത്തിൽ കാണേണ്ടി വരരുത്. തീർച്ചയായിട്ടും തൃശൂർ ലോക്സഭാ മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ എടുത്തിരിക്കും. എടുക്കാൻ തന്നെയാണ് ഇത്തവണ വന്നിട്ടുള്ളത്. പ്രാർത്ഥനയോടെ പറയുന്നു, എടുത്തിരിക്കും. കഴിഞ്ഞ 10-40 വർഷമായിട്ടെങ്കിലും മഹാരഥന്മാർ പല സംഭാവനകളും തൃശ്ശൂർക്ക് നടത്തിയിട്ടുണ്ട്. ലീഡറെന്ന് ഞാൻ മറക്കില്ല. ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ഞാൻ മറക്കില്ല. കേരളത്തിന് നൽകിയിട്ടുള്ള ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. അതൊന്നും ഒരു കാലത്തും തള്ളി പറയുകയുമില്ല. പക്ഷെ അതിനുശേഷം ക്രൂസിലേറ്റപ്പെട്ട തൃശ്ശൂരിന് 2024 ജൂൺ 4 ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നത്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഒരാരോപണങ്ങൾ ഉന്നയിക്കില്ല എന്നാണ് ഈ 2 വർഷക്കാലവും അനീഷിന്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞത്. ഇലക്ഷൻ പ്രചരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരാരോപണങ്ങളും ഉന്നയിക്കില്ല. എതിർ സ്ഥാനാർത്ഥി, സഹസ്ഥാനാർത്ഥി ആരായാലും അവരാരാണെന്ന് പോലും അന്വേഷിക്കില്ല, അവരെന്താണെന്നും അന്വേഷിക്കില്ല, അവരുടെ പേര് പോലും ഒരു അവസരത്തിൽ പോലും ഉപയോഗിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ ഇത്രയും കാലം ഈ ഇരിക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇഷ്ടവും അനിഷ്ടവും ദൂരവും ഒക്കെ കൽപ്പിക്കുന്നവരുണ്ടാകും. എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഒരു രാഷ്ട്രീയ കക്ഷിയോടുള്ള വിശ്വാസത്തിന്റെയോ ഇഷ്ടത്തിന്റെയോ അടിമത്തത്തിന്റെയോ പേരിൽ നിങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് ദുർനിശ്ചയത്തിലേക്ക് ചിലപ്പോൾ തിരിച്ചു വിട്ടിട്ടുണ്ടാകാം. ഇത്തവണ ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, ഇത്തവണയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വോട്ട് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്താൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ താമര ചിഹ്നം തൃശ്ശൂരിൽ വിരിയും, കേരളത്തിലും വിരിയും എന്ന അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ